കൊള്ളാല്ലേ? നല്ല മുറുക്ക്. ഇതെവിടുന്ന് വാങ്ങിച്ചു? റൊണാൾഡോ ഉണ്ടോന്ന്? എന്റെ പൊന്നെ, കാക്ക മലന്ന് മുറുക്കുമല്ലോ. എനിക്ക് വാങ്ങിച്ചു തന്നില്ല. നിന്നെ മറന്നു പോയിട്ടുണ്ടാവും, ചോദിച്ചാ മതി. ഇടക്കപ്പ വാങ്ങിച്ചു തരാറുണ്ടല്ലേ? വല്ലപ്പോഴും വല്ല കാലത്തും. അപ്പൊ കേട്ടാ പറയും ഡെയിലി മേടിച്ചോണ്ട് വരും. ഒന്ന് കൊല വിളിക്കും. കറുമുറാന്നിരിക്കുന്നു. അഴിമുറുക്ക. ആ അത് പറഞ്ഞ നീ അറിയുമായിരിക്കും. നിങ്ങളുടെ നാട്ടിലൊരു ജോമോനുണ്ടാ? കൊടുങ്ങവിളല്ല. ആ ജോമോൻ. എന്തൊക്കെയാണ്? ആ ചെറുക്കന്റെ ഭാര്യയുടെ പേരെന്താ? ആലീസ്. അത് തന്നെ, ആലീസ്. അങ്ങനെ തന്നെ പേര് പറഞ്ഞ പേര് പറഞ്ഞേ. അപ്പൊ അവള് പറയാ ഭയങ്കര സ്നേഹമായിരുന്നു ചേച്ചി. രണ്ടുപേരും. രണ്ട് മക്കളൊക്കെ ഉണ്ട് അവർക്ക്? 2 ചെറിയ പിള്ളേര്. കഴിഞ്ഞ ദിവസം ആ ചെറുക്കൻ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു എഴുത്തെഴുതി വെച്ചേക്കണം, നീ പെണ്ണ് പോയാ. പോയി ആരുടെ കൂടെ എന്താ ഏതാന്നൊന്നും അറിയാൻ പാടില്ല, പോയി കളഞ്ഞ്. ഈ ചെറുക്കനെ കൊണ്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ലാന്ന്. നല്ല പണിക്കൊക്കെ പോകും, നല്ല ചെറുക്കനാ. എന്തിനാണ് ഈ പെണ്ണൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? അതാ പിള്ളേരെയും കൊണ്ടുപോയില്ല, കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? നല്ല രസം മിടിക്ക് പെങ്കൊച്ച. അത്ഭുതപ്പെടാനില്ല, ഇതൊക്കെ ഭയങ്കര കോമൺ ആണ് മാമി. എന്റെ ക്ലാസ്സിലെ മറ്റേ ദയാനന്ദ, അവളുടെ അച്ഛൻ ഇതുപോലെ ഒരാളൂടെ പോയി. അതും ബസ്സിൽ വെച്ച് എന്തോ പരിചയപ്പെട്ട് പിന്നെ ഫോം വിളിച്ച് നമ്പറൊക്കെ മാറ്റി എഴുതി അങ്ങനെ കണ്ടുപിടിച്ച് പിറ്റേ ദിവസം. അയ്യോ, 2 മക്കളെ നാണക്കേടായിരിക്കുമല്ലേ? അതെ, എന്റെ പ്രായം പെൺമക്കളെ അടുത്തതിന് തന്നെ ബാധിക്കും ഇതൊക്കെ. ഇതൊക്കെ എന്താന്നറിയാമോ ഇപ്പോഴത്തെ കാലം. മനുഷ്യനോട് മിണ്ടുവോ? ഈ ഫോണിൽ കുത്തി മറ്റേ എന്താണ്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ കൊറേ കാര്യങ്ങൾ കിടക്കുവാണല്ലോ. പണ്ടും ഇതെല്ലാം നടക്കുന്നുണ്ട്, നമ്മളിപ്പൊ ഇതെല്ലാം അറിയുന്നുണ്ടെന്ന് മാത്രം. ഒന്നുമല്ല. പണ്ട് പാലക്കാട് കിടക്കുന്ന ഒരാളെ എനിക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. എന്നോട് സംസാരിക്കാൻ പറ്റുമോ? വിളിച്ചോട്ടൊന്നും നടക്കുന്നില്ലെന്നാണോ? എത്ര ഓടിയാ തന്നെ ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തോട്ട്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനും ക്ലീറ്റോയും എന്തായിരുന്നു? അങ്ങനല്ല, ആ പഞ്ചായത്തിൽ തന്നെ കാണും. ഇതിപ്പോ ഇവിടെ മഷീട്ട് നോക്കിയാ കിട്ടത്തില്ല. ആന്ധ്രയിലും അവിടെ ഇവിടെയൊക്കെയാ പോണത്. എവിടെ പോയാലും വിളിച്ചോർന്ന ആൾക്കാരുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഇവക്കൊക്കെ എന്തിന്റെ ദൈവമേ, അയ്യോ കഷ്ടമായി പോയല്ല. വിളിക്കണല്ലോ. എനിക്ക് വിളിക്കാനൊരു മടി. എന്തിനാ ഇതിനൊക്കെ വിളിച്ചു അറിയണ്ടേ? പിന്നെ എനിക്കറിയാവുന്ന ആളുകളാ, അറിയണ്ടേ? ഞാൻ വിളിച്ചു നോക്കടി. ഞാൻ വിളിച്ചു നോക്കാം. ആളോട് എന്തെങ്കിലും വിവരം അറിഞ്ഞോന്നുള്ളത് നമുക്ക് അറിയണ്ടേ? അതിന് വേണ്ടിട്ട്. അറിഞ്ഞിട്ട് എന്തിനാ? പോയിക്കേടി, അറിഞ്ഞിട്ട് എന്തിനാ? അവര് സങ്കടത്തിന് ഇരിക്കുവായിരിക്കും, അതിനി അറിഞ്ഞ് ഇവരൊക്കെ പറഞ്ഞ് ലോകവിവരം വേണം. ദേ മോളെ, ഞങ്ങളിപ്പോ ആലീസ് അതെ ജോമോനെ വിളിച്ചല്ല ചോദിക്കുന്നത്, റോസ് ചേച്ചിനെ വിളിച്ചല്ലേ ചോദിക്കുന്നത്. നമ്മളെ വീട്ടിലാണ് ഇങ്ങനെ നടന്നെങ്കിൽ ആരെങ്കിലും വിളിച്ചു ചോദിക്കുമ്പോഴോ? നമ്മളെ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചല്ല ചോദിക്കുന്നത്, നമ്മുടെ പരിസരക്കാരെ വിളിച്ചേ ചോദിക്കുള്ളൂ. അത് തന്നെ. ഞങ്ങൾ ഇത്ര നന്നായി മതി. ഞാനിത് ഒരെണ്ണെടുക്കുവാണേ കൊടുക്കാൻ. കൂടിക്കൊണ്ടോ? വേണ്ട, ഒരെണ്ണം മതി. അത് കൂടിക്കൊണ്ടോടി. കൊണ്ടുവയ്ക്കോ, ഇനിയിപ്പോ ആരും കഴിക്കൂല. അവന് വേണ്ടേ? തക്കുടൂന് വേണ്ടേ? അവന് വലിയ ഇഷ്ടപ്പെട്ടില്ല, മധുരമൊന്നും ഇല്ലാത്ത കാരണം. വണ്ടി ഓടിക്കാം, വണ്ടി ഓടിച്ചോടിച്ച അവിടെ വരെ പോട്ടെ. കുഞ്ഞുമുത്തേ, ദേ വേണ്ട, ഞാൻ പോവും എന്നല്ലേ? ഇല്ല പോകൂല്ല, എന്നാലും ഞാൻ പറഞ്ഞതാ. കുടിച്ചു കഴിഞ്ഞോ? ഇല്ല. എന്നാ കുടി, കേട്ടാ പേടിയാവും. എന്ത് വന്നാലും ഞാനുണ്ടല്ലോ. പുതിയൊരു വീട് വെച്ചിട്ട് ആരെങ്കിലും തൊഴിലാളിക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കുമോ? ഇല്ല. അപ്പൊ പഴയ വീടൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ സാഹചര്യം നോക്കണം നമ്മൾ. പിന്നെ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് മഴയില്ലായിരുന്നോ? അതാ പറഞ്ഞത്, ഈ മാധ്യമപ്രവർത്തകർ എല്ലാവരെയും അല്ല, കുറച്ച് പേര് അങ്ങനെയാണ്. ചുമ്മാ ആര് സുജാത കൊടുത്തോ? സുജാത, അത് പറ്റി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മറക്കാൻ പറ്റുന്ന ആളാണോ സുജാത? എനിക്ക് ഒരു ഫോട്ടോ ഒന്ന് അയച്ചേക്കും. പിന്നെ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാന്നേ. പറ്റുമെങ്കിൽ നാളെ സ്റ്റേഷനിൽ ചെന്ന് കാണാം, നമുക്കൊന്ന് വന്നാൽ മതി അങ്ങോട്ട്. ഇല്ലില്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ മറക്കാൻ പറ്റുന്ന ആളല്ലല്ലോ. നമുക്കത് വേണ്ട നേരത്തെ ചെയ്യാം. പുതിയൊരു ഫോട്ടോ നയിക്കണേ.
ഞാനുണ്ടല്ലോ, ധൈര്യമായിട്ടിരിക്കുക. ആ ശരി. നീ എവിടേക്കണ? ഞാൻ ഇതുവഴി ചാടിയാ വന്നത്. ചാടി വന്ന ആ എന്തിന് കയറിപ്പോ? സ്റ്റെപ്പ് കയറുന്ന പരിപാടി? ആരായിരുന്നു ഫോണില്? സുശീലൻ. ഏ സുശീലനടി. സുശീലനാ? സുശീലന്റെ പേരെപ്പോഴാ സുജാത എന്ന് മാറ്റിയത്? അത് സുജാതയ്ക്ക് സംസാരിക്കാൻ വേണ്ടി കൊടുത്തത്. എന്താ ഏട്ടനൊരു പരിങ്ങല്? എന്ത് പരിങ്ങല്? എന്താ പരിങ്ങൽ? എന്തുവാ? ഒരു പരിങ്ങലും ഇല്ല. എന്തെന്ന്? ആരാ വിളിച്ചത്? മര്യാദക്ക് പറ, മര്യാദക്ക് പറ. ആരാ വിളിച്ചത്? സുശീലനെന്ന്. എന്നിട്ട് സുശീലൻ എന്നല്ലല്ലോ ഏട്ടൻ വിളിച്ചത്, സുജാത എന്നല്ലേ വിളിച്ചത്? അതല്ലേ ഇതിന്റെ മലയാളത്തിൽ പറഞ്ഞത്. അപ്പൊ സുജാത കൊടുത്ത് സംസാരിച്ചു. സംസാരിച്ച് നോക്ക്. സുശീലൻ. ഇത് ആധാർ കാർഡൊന്നും വരില്ല. ഏട്ടന് ഇഷ്ടത്തിന് പേര് മാറ്റി മാറ്റി സേവ് ചെയ്യാല അല്ലേ? നീ എന്തിനാ ആവശ്യമില്ലാത്ത? എനിക്കറിയണം ആരാ സുജാത. ദൈവമേ, കടിച്ചാ, കടിച്ചാ. അയ്യോ ചോര, ചോര. അയ്യോ എന്താ പറ്റേ? അയ്യോ ചോര. ചേച്ചി ആക്രാന്തം പിടിച്ച് മുറുക്ക് കഴിച്ചതാ. അതൊക്കെ കഴിച്ചാ പോരെ? എന്ത്? അയ്യോ മുറിഞ്ഞു മുറിഞ്ഞു. എവിടെ? അയ്യോ ചോര വരുന്നു ചേച്ചി. അയ്യോ ഒരുപാട് പറഞ്ഞോ. അയ്യോ മുറിഞ്ഞു മുറിഞ്ഞു, നാക്ക് മുറിഞ്ഞു, നാക്ക് മുറിഞ്ഞു. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യണത്? ഉണ്ടായിരുന്നെങ്കിൽ ഇടായിരുന്നു. അല്ല ഇത് തൽക്കാലം ഉപ്പ് എടുത്തുണ്ടോ? ഇതിപ്പോ എന്തിനിപ്പോ ഈ മുറുക്ക സംസാരിക്കണ്ട. എവിടെ ഈ മുറുക്കാരെങ്കിലും എടുത്തിട്ട് പോയിട്ടാണ് നീ ഇങ്ങനെ ആന ചവയ്ക്കണ പോലെ ചവയ്ക്കണം? വെള്ളം ഇട്ട് കഴുകിയോ? ഒന്ന് കഴുകിക്കപ്പാ. ചൂടുവെള്ളം കൊണ്ടാ. അല്ല ഒന്ന് കഴുകാനേ. നാക്ക് കടിച്ചിട്ട് മുറിഞ്ഞാടാ. അയ്യോ മാറ്റി. മാമൻ തന്നെ. ചേച്ചി എന്താണ് പറഞ്ഞിട്ട് പോ ചേച്ചി. എന്താ ചേച്ചി ഏട്ടനെ വിളിച്ചത് സുശീലൻ അല്ല ചേച്ചി, സുജാതയാണ്. ഞാൻ കേട്ടതാണ് ചേച്ചി. എടി അതിപ്പോ ഞാൻ എങ്ങനെ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ആംഗ്ലയുടെ അവീതം കണ്ടുപിടിക്കാൻ പെങ്ങളെ നീ ഏൽപ്പിക്കണം. നീ എന്ത് പൊട്ടിയാണ്? ക്ലീറ്റോ ചേട്ടൻ എന്തെങ്കിലും ഏടാൻ കൂടെ ഒപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കണ്ടുപിടിച്ചെടുത്തില്ലേ? കണ്ടുപിടിച്ച് തരല്ലേ? എങ്ങനെയെങ്കിലും ആ വഴി പോയിട്ട് ഞാൻ രക്ഷപ്പെടട്ടെ പ്ലീസ്. ചേച്ചി ഏട്ടന് കള്ളത്തരം ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി സുശീലൻ എന്ന് പറഞ്ഞ നമ്പർ സേവ് ചെയ്തിട്ടേക്കുന്നത്? എടി അവൻ എനിക്ക് ദേഷ്യം അങ്ങനെയൊന്നും ചെയ്യൂല. എന്റെ ദൈവം, ഉപ്പുവെള്ളം എടുക്കാൻ പോയ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഉപ്പുവെള്ളം ഇതെങ്ങനെ കുടിക്കണമെന്ന് പാവം അവിടെ മാമൻ. ചേച്ചി എങ്ങനെയെങ്കിലും ആ ഫോണൊന്ന് മേടിക്ക് വെച്ച് എന്നിട്ട് എൻ്റെ അത് നമുക്ക് നമ്പർ എടുത്ത് എങ്ങനെയല്ലോ അവിടെ നോക്കട്ടെ, ഒന്നുകൂടെ നോക്കട്ടോ. ഓ നല്ല മുറിഞ്ഞല്ലേ ഈ ഒന്നും വയ്ക്കാറ ഈ മുറുപൊടി പച്ചൊന്നും. മതി മതി, സംസാരിക്കണ്ട. കുറച്ചുകൂടെ വേണോ? കുടിക്കാൻ വേണോ? മാമിന് നോക്കിയൊക്കെ സംസാരിച്ചൂടെ? ദേഷ്യപ്പെട്ടാണോ? ആയിരിക്കും, ദേഷ്യപ്പെട്ടിരിക്കും. എന്നാ നാക്ക് മുറിയിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഇപ്പൊ പുറത്തു തുടങ്ങി, വലിയ കുഴപ്പമില്ല. ആ ഒരു ഇത് മാറി. ആ അത് പോയി. ഇപ്പഴും വേദന ഉണ്ടല്ലേ? എന്നാ സംസാരിക്കണ്ടോ? എന്തേലും വേണമെങ്കിൽ ആംഗ്യം കാണിക്കണം. ഇവിടെ 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 മാമ ഇവിടെ സംസാരിക്കാൻ പറ്റൂല. മതി മതി. ഇതിപ്പോ തക്കുടുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. ഇത്രയും വലിയ ആൾക്കാരൊക്കെ നാക്ക് കടിച്ചു മുറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ പറ്റിയത്? പപ്പടോ? അത് നാക്ക് കടിച്ചതേ മാമി മുറുക്ക് കൊണ്ടുവന്നപ്പോ കടിച്ചത്. മാമി മുറുക്ക് കൊണ്ടുവന്നപ്പോ മാമി കടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മച്ചമ്മയുടെ നാവ് മുറിയും? മാമൻ കടിച്ച്. മാമി കടിച്ചോ? പോയ മാമി കൊണ്ടുവന്ന മുറുക്കെടുത്ത് കടിച്ചപ്പോ മാമന്റെ നാക്ക് കടിച്ചു. അങ്ങനെ പറ.
അല്ലാതെ അവിടെ ഇവിടെ കടിച്ചെന്ന് പറഞ്ഞാൽ മച്ചമ്പേട് അങ്ങനെ കാര്യം ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചത്, ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഓരോ കാര്യങ്ങളും മച്ചമ്പി സൂക്ഷിച്ചല്ലേ ചെയ്യുന്നേ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് നാക്ക് കടിച്ചു മുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നോട്ടെ ഇപ്പൊ അങ്ങനെ ഉണ്ട്. ഉപ്പ് കുടിച്ച് പറഞ്ഞു ആരെങ്കിലും പിടിച്ച് ഉപ്പിട്ട് കൊടുക്കാന്. ഉപ്പ് വെള്ളം കുടിച്ചു അത് പൊറുക്കാൻ ശരിയാ ശരിയാ. പണ്ട് അമരവെള്ളിയിലെ തീവട്ടി രാജു എന്ന് പറയുന്നൊരു കുപ്രസിദ്ധ ഗുണ്ടയുണ്ടായിരുന്നു കേട്ടോ വെച്ചപ്പോ. തീവട്ടി രാജു ഇവനെ ഒരു എന്തോ ചാരായ കേസുമായിട്ട് പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു. അപ്പൊ ഇവൻ ഇതിന്റെ ബന്ധങ്ങൾ മുഴുവനും അറിയാം. പോലീസ് പിടിച്ചപ്പോ ബന്ധം എന്നറിയോ, ഇടി കൊടുക്കുമ്പോ മൊഴി കൊടുക്കേണ്ടി വരുള്ളൂ. നാക്ക് കടിച്ച് അങ്ങ് മുറിച്ചു കളഞ്ഞു. പോലീസുകാരിത് നാക്കില്ലല്ലോ. ഏത് അതോട്ടൊന്ന് കടിച്ച അതിപ്പോ ഇപ്പൊ പറയേണ്ട ആവശ്യം എന്താ? അല്ല ഇതേപോലെ നാക്ക് മുറിഞ്ഞു. പിന്നെ അവസാനം പോലീസുകാർ ആ കടപ്പുറം മുഴുവനും തപ്പി, നാക്ക് കിട്ടിയില്ല. കള്ളന്മാരില് പോലീസുകാരുണ്ടെന്ന്. കാരണം വേറെ പോലീസ് പറയുന്നത് ഒന്ന് പോവോ? ഒരാള് വേദന എടുത്ത് ഇരിക്കുമ്പോ ഒന്ന് എടേ ഒരാടെ നാക്ക് മുറിച്ച് കണ്ടപ്പോ ഞാനത് അന്വേഷിച്ചു. അതിപ്പോ ഞാൻ ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റൂലല്ലോ. ചെയ്യാൻ പറ്റും. എന്താ കുറച്ചു നേരം അനങ്ങാതിരിക്കുക, ഉപ്പുള്ള വായിക്കുള്ളു കിളുകൾ അടിക്കുക, എത്ര അതല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നേ. ആ അതേ ഉള്ളൂ. പോലീസ് വിളിച്ചു പറഞ്ഞത് ലീവ് എടുത്താലോ, ലീവ് വേണമല്ലോ. നമുക്ക് അവിടെ പോയി സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. പോലീസുകാർ വല്ലതും ചോദിക്കാതെ ഇനി നീ ഇവിടെ ഇറങ്ങിപ്പോ അടിക്കും. അടിക്കും. നീ എന്നെ അടിക്കുവോ? അല്ല, ഇനി നീ ഞാൻ മാമനായിട്ടോ ഇനി നീ ഇവിടെ നിന്നാ അടിക്കും. അല്ല ആകെ കടിച്ചു മുറിച്ചത്. ബോധമില്ല അതൊക്കെ. ഇപ്പോഴും സംസാരിക്കാൻ പറ്റൂല അല്ലേ? എന്താ അടുക്കളയില് പരിപാടി? ചായ ഇടുന്നു. ഈ നേരത്തെ എന്തിനാ ചായ? ആർക്ക് കുടിക്കാൻ? എനിക്ക് കുടിക്കാൻ. ഇതെന്താ മൂറുമ്പോ ഇതിന് ഗ്രാമ്പ് എടുക്കണം. ഇത്രയും ചായ നിനക്ക് കുടിക്കാൻ ഉണ്ടാക്കിയതാ? എനിക്ക് കുടിക്കാനല്ലേ ഉള്ളൂ എൻ്റെ അകത്ത്. ഇതോ? നീ ഇത്രയും ചായ കുടിക്കോ? അരച്ചെരുവൻ ചായ? നീ ഒരു ഗ്ലാസ് ചായ അല്ലേ കുടിക്കാറ്? ആ എന്റെ മുത്തേ, നിനക്ക് ഇത്രയും ബോധമില്ലേ? അമ്മ ഇവിടെ ഒരു കപ്പിൽ കുറച്ച് പാലിരുന്നു. ആ പാലും കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ച അതിന്റെ അളവിന്. അങ്ങനെയല്ലേ അമ്മ ഇടുന്നേ? നീ ഇതിന്റെ അകത്ത് അരക്കപ്പ് പാല് കുടിക്കാറുണ്ട്, ചായ കുടിക്കാറുണ്ടോ? അരക്കപ്പ്. അപ്പൊ അത് ആലോചിക്കാൻ പാടില്ല തലയില്. അമ്മ ഇത്രയും ഇട്ട് തരാറ് സാധാരണ. ഇത്രയും ഞാൻ ഇടാറ്. അടുക്കളയിൽ കൂടി വല്ലപ്പോഴും വന്ന് നോക്കണം. പിന്നെ ഞാൻ അടുക്കള കയറാറേ ഇല്ലല്ലോ. എന്നാ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പാടില്ല? ഞാൻ അപ്പുറത്തുണ്ടല്ലോ. എനിക്ക് സംശയം ഇല്ല. എനിക്ക് സംശയം ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ ചോദിച്ചാ പോരെ. ദൈവമേ, ആ പാല് മുഴുവൻ എടുത്ത് ചായ ഇട്ട് പാല് പോയില്ലേ? അതെങ്ങനെ പാല് പോകുന്ന? പാലല്ലേ ചായ ആയത്? എന്തി പറയണ? എടി, ഞാൻ അവന് പാല് കൊടുക്കാറുള്ളതല്ലേ. ചായ ആക്കി കൊടുത്താ പോരെ. എന്ത് ചെയ്താലും അപ്പ വന്ന് പ്രശ്നം ഉണ്ടാക്കണം. ഒന്നും ചെയ്യാൻ സമയം അങ്ങോട്ട് മാറിപ്പോ. അമ്മയുടെ മറ്റെന്താ നിത്യ ഫേസ് എന്ന് പറയണ ഈ ദേഷ്യമാണ്. പിന്നെ ദേഷ്യപ്പെടാതിരിക്കണ എങ്ങനെയാ? വൈകുന്നേരത്തെ ആ ചെറുക്കിന് കൊടുക്കാൻ ചായ ആയിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ കൊച്ചായിരുന്നു, ഇപ്പൊ ഈ പാലൊന്നും ഞാൻ കണ്ടില്ല. ആയോര് കുടിക്കണവരെ 11 മണിക്ക് ചായ. എനിക്ക് രാവിലത്തെ ചായ ഇഷ്ടപ്പെട്ടില്ല. അതാ പാലില്ലായിരുന്നു. പാല് പറഞ്ഞു. നീ ഒരു തൊട്ടിയില് വെള്ളം കോരി ഒഴിക്കാനകത്തോട്ട്, അപ്പൊ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അരിപ്പ ഇല്ലേ ഈ വീട്ടിൽ? എനിക്ക് അറിയാമോ, ഞാൻ ചോദിക്കുകയാണ്. നീ ചിലരെ മിണ്ടാതിരിക്കാവോ? അരിക്കണം പിന്നെ എങ്ങനെയാ? അതോ സോറി. ആ ഉള്ള പഞ്ചസാരയും ചെലവാക്കി, ചായയും ചെലവാക്കി, ചായപ്പൊടിയും ചെലവാക്കി, ഗ്യാസും കത്തിച്ച്, ഇനി ഇതെല്ലാം ഞാൻ കഴുകിക്കോളാം. നീ കഴുകോ? എടി അവിടെ അടിക്കട്ടേടി മുത്തേ. ഇപ്പൊ ഞാൻ മര്യാദക്ക് ചെയ്ത് കുടിച്ചിട്ട് പോവില്ല എന്ന് എന്തിനാ അതിന്റെ ഇടയിൽ കയറി വന്നേ? ചായ ഉണ്ടല്ലോ, ഇത് നീ കുടിച്ചു കഴിഞ്ഞിട്ട് നീ 1 കപ്പ് ചായ എന്ന് കുടിച്ചോളാം. എന്നാലും 1 ഗ്ലാസ് ബാക്കിയാ. അത് വെള്ളം കൂടിപ്പോയി. നിന്ന് പ്രസംഗിക്കണോണ്ടോ? എന്നിട്ട് പാലല്ലേ, വേറൊന്നും സ്വർണ്ണമൊന്നും. അതാ പറഞ്ഞത്, കുടിച്ചോളണം. കാശ് കൊടുത്ത് അമ്മയും കുടിക്കണം. എനിക്കൊന്നും വേണ്ട. ഗ്ലാസ് എടുക്കട്ടെ. പൂളച്ചായ കൊണ്ട് അരിപ്പ ഇനി തിന്നാൻ കൊണ്ടുപോയി അവള്. ഗ്ലാസ് എടുത്ത് വരട്ടെ. ഇന്ന് കൊണ്ടുപാടി, അരിപ്പ കൊണ്ടുപാടി. ഞാൻ അരിക്കട്ടേടി. പോയി എടുത്തുണ്ട് വാ.
അമ്മയ്ക്ക് വേണോ? എനിക്കൊന്നും വേണ്ട. കുടിക്കണ്ട. ഇതെന്താ ഇതാർക്കാ? ഇത് എനിക്ക്. ഇതിനകത്താ? ഈ ഞാനല്ലേ ചായ ഇട്ട, പിന്നെ എനിക്കല്ലേ നീ കപ്പിലാ കുടിക്കണത്. നിന്നെ ഞാൻ കാണിച്ചു തരാം. 2 ഗ്ലാസ് എടുത്താ പോരെ? അതെ, ഞാൻ എന്റെ അവന് ഇച്ചിരി കൊണ്ടു കൊടുക്കാം കാനകന്. എന്നേക്ക് വേദന പറഞ്ഞോ? എന്നാ ചായ മുത്തിട്ടതാ, ഇതൊക്കെ കുടിക്ക്. അപ്പൊ ക്ഷീണം മാറും. എന്നാ കുടിച്ചോ. എന്താ എന്താ? ഓ അതാണോ? സാരമില്ല. വായ പൊള്ളിന്ന്. നോക്കാനാണ് ചേച്ചി കൊടുത്തത്. ഇപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാക്കിയോടൊന്ന് ഊതിട്ട് കുടിച്ചാ പോരെ? അങ്ങനെ തന്നെ എടുത്ത് കമത്തൂന്ന് ഞാൻ അറിഞ്ഞോ? ആ പൊട്ടിരിക്കൊണ്ടായിരിക്കും പെട്ടെന്ന് വേദനിച്ചതേ. ഞാൻ ആറ്റി തരട്ടെ എന്നാ? അന്നെ ഒന്ന് ആശുപത്രി പോവാം. ഫോണ് വരുന്നു. നോക്കട്ടെ എന്നാ. ചേച്ചി എടുക്ക. ചേച്ചി എടുക്ക്. ഹലോ, ആരാ? ഞാൻ സുജാത. സാറില്ലേ? ഏത് സാറ്? സാറ്. കനകൻ സാറ് കുളിക്കുവാ. സുജാതയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. ഹലോ, എവിടെയാ സുജാതയുടെ വീട്? തേടി കട്ടായിപ്പോയിടി. ആ നമ്പർ ചെയ്താ. ആ നമ്പർ എന്തിനാ? ആ നമ്പർ ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചോളാം. അവൾ ആരാന്ന് അല്ല വിളിക്കേണ്ടത്. പിന്നെ നമുക്ക് ചോദിക്കാം. നീ ഒന്നിച്ചിരി അടങ്ങ്. ഞാനില്ലേ നിന്റെ കൂടെ? ഇന്ന് വൈകുന്നേരത്തിനോടുകൂടി നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഉണ്ടാക്കി തരുമോ? നിനക്കെന്തെങ്കിലും വരാൻ ഞാൻ സമ്മതിക്കോ? വിഷമിക്കണ്ട. ആരാന്നറിയണല്ലോ അങ്ങനെ ഒരു സുജാത. എനിക്കറിയായിരുന്നു എന്തുകൊണ്ടെന്ന്. ചേട്ടന്റെ അത്രയും സന്തോഷിക്കുമായിരുന്നു മുറ്റത്ത് വെച്ചോണ്ടോ. നീ വിഷമിക്കാതിരിക്കാൻ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ചേച്ചിക്കൊരു ആപത്ത് വന്നാൽ ഞാനുണ്ടാവും. എനിക്കൊരു ആപത്ത് വന്നാൽ ഇവിടെ ഈ വീട്ടിൽ നിന്നല്ല ഒരാളും ഉണ്ടാവും. ഞാൻ ആരുടെ കൂടെ നിക്കണം? നിന്റെ കൂടെ അല്ലേ ഇപ്പൊ നിൽക്കുന്നത്? അതിനല്ലെങ്കിൽ ചേച്ചി ഒന്ന് വിളിക്കുമായിരുന്നല്ലോ. അതല്ലേ പറഞ്ഞു നാളെ ആവട്ടെ എന്ന് വിളിക്കാന്ന്. ഇപ്പൊ വിളിച്ച അവൻ അകത്ത് കിടന്ന് ഉറങ്ങുവാ. അവൻ എഴുന്നേക്കും. കാര്യങ്ങൾ എല്ലാവരും അറിയും. നമുക്ക് പിന്നെ ഒരിക്കലും ആ പെണ്ണിനെ വിളിക്കാൻ പറ്റാതാവും. അത് വേണോ നിനക്ക്? അവൻ പോയിട്ട് സമാധാനത്തിൽ അവളെ വിളിച്ച് ഞാൻ സംസാരിച്ചോളാം. സംസാരിക്കോ? അതല്ലേ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണ സംസാരിക്കാന്ന്. നീ ആദ്യം ഒന്ന് അടങ്ങ്. അടങ്ങിയിരിക്കുവാ ഞാൻ. ആരാ? ഞാൻ മക്കളെ നേരത്തെ വിളിച്ചിരുന്നില്ലേ? സുജാത. ചേച്ചിയാണോ വിളിച്ചത്? ആ, സുജാത. അതെ. എന്തായിരുന്നു? സാറില്ലേ? സാറ്. ഏട്ടനെ ഉറങ്ങുവാ. വിളിക്കണോ? വേണ്ട, ഈ ഫോട്ടോ ഒന്ന് കൊടുത്തിരുന്നാ മതി സാറിന്റെ കയ്യിൽ. ചേച്ചി എന്ത് ചെയ്യുവാ? ഞാൻ SP ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് ജോലി ചെയ്യണത്. കഴിഞ്ഞ 1 മാസമായിട്ട് സാറിന്റെ സ്റ്റേഷനിലാണ്, സാറിന്റെ സ്റ്റേഷനിലാണ് ജോലി ചെയ്യണത്. അടുത്ത മാസം പെൻഷൻ ആകുന്നുണ്ട്. അപ്പോൾ ഈ പേപ്പർ വർക്കുകളൊക്കെ കമ്പ്യൂട്ടറിൽ ഇപ്പോഴും എനിക്ക് ഇപ്പം എല്ലാം അതും പറ്റിയൊന്നും എനിക്ക് ഒരു അറിവുമില്ല. സാറിന്റെ കമ്പ്യൂട്ടറിനെ പറ്റി എല്ലാം അറിവാണല്ലോ. സാർ എല്ലാ പേപ്പറും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫോട്ടോ ആവശ്യപ്പെട്ടതുകൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ അവൻ ചെയ്തു തരും. ചേച്ചിയുടെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ. എനിക്ക് എൻ്റെ ഫോണ് കേടായി. പിന്നീട് ഒരു ഫോൺ ഞാൻ വാങ്ങിയിട്ടില്ല. അതിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നു മക്കളെ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സാറുമാരെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നെ വിളിക്കാൻ ആരുമില്ല, എനിക്ക് തിരിച്ച് വിളിക്കാനും ആരുമില്ല. അതുകൊണ്ടൊരു വെറുതെ ഫോൺ വാങ്ങിച്ച് കാശ് കളയണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാ. മക്കളൊന്നും ഇല്ലേ? അപ്പം 2 മക്കളുണ്ട് മക്കളെ. അങ്ങ് ദൂരെയാണ്.
മോക്ക് കൊടുത്തത് കൂടുതലായിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് മോൻ മിണ്ടൂല്ല. മോളാണെങ്കിൽ ഓണത്തിനോ സമ്പ്രദായത്തിനോ ഒന്ന് വിളിച്ചാലായി സങ്കടപ്പെടണ്ട. ആരുമില്ല. ഇരിക്കേ, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട മക്കളെ, ധൃതിയുണ്ട്. പോട്ടാ, പോട്ടെ, സാറിന് കൊടുത്തു. ശരി മക്കളെ. പാവം ചേച്ചിയല്ലേ. കുത്തു വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, എന്തെങ്കിലും കേട്ടോ അവളെ അപ്പൊ തന്നെ വാലും പൊക്കി ഓടിക്കോളും. ചേച്ചിക്ക് സംശയം തോന്നിയല്ലോ. പിന്നെ നീ ഇങ്ങനെ നിക്കുവല്ലേ, പിന്നെ സംശയം തോന്നാതിരിക്കണ എങ്ങനെയാ? ദോഷം കിട്ടൂടി നിനക്ക്, ഭ്രാന്തി.